കോട്ടത്തറയാണിത്. കോട്ടത്തറ ഹോസ്പിറ്റലാണ് ഈ കണ്ടത്. കോട്ടത്തറ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? ഈ സ്ഥലത്ത് ആനക്കട്ടീൻ്റെ ഇതുണ്ടോ, ആനക്കട്ടി മുള്ളി പുതൂര്, അതായത് മുള്ളി കൂടിയാണ് നമ്മൾ ആ അയ്യപ്പനും കോശിയിൽ ഊട്ടിക്ക് പോണത്. അവർ ഈ സ്ഥലങ്ങൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ പൃഥ്വിരാജും ബിജുമേനോനും തമ്മിലുള്ള അയ്യപ്പനും കോശിത്തെ അടി, പൃഥ്വിരാജ് താമസിക്കുന്ന കോട്ടയത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ടല്ലോ. കോട്ടയത്ത് അല്ല, ആനക്കട്ടിയിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും കൂടി ഉണ്ട്. അവരെ വീട്ടിലേക്കും ഇലക്ട്രിക് എടുക്കുന്നുണ്ട്. 2 വീടായും കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാത്തതിൻ്റെ കാരണം നമുക്ക് 1500 രൂപ, 1200. ഇതൊക്കെ എങ്ങനത്തെ ഡിസൈനൊക്കെ? ഇതൊക്കെ 1200 രൂപ. 1200 രൂപ. 1800. ഉളിക്കടവ് അല്ലേ? വേറൊരു ഇതില്ലേ, ഭയങ്കര മധുരമായിട്ടൊരു ചക്കല്ലേ? ആ, കിട്ടുന്നില്ല അല്ലേ? അത് ഉൾക്കാട്ടിലല്ലേ കൂടുതലുണ്ടാവുക? അപ്പോൾ നമ്മൾ രാവിലെ 4 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കോയമ്പത്തൂരിക്കാണ് പോണത്. നമ്മളെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എടുക്കാനാണ്. ഇപ്പൊ നമ്മൾ മണ്ണാർക്കാട് എത്തിയിട്ടോ. ഇതുവരെ നമ്മൾ വീഡിയോ എടുക്കാത്തതിന്റെ കാരണം നട്ടപ്പാതിരിയായിരുന്നു. വെറുതെ എന്തിനാ നമ്മൾ രാത്രി എടുത്തിട്ട് ഒന്നും കാണൂല. ഇപ്പൊ മഴയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ട് ഇതുവരെ മഴ ചെയ്തില്ല. മഴ പെയ്യണമെങ്കിൽ നല്ല വൈബായിരുന്നു. മഴ പെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹം. പെയ്ത് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഇനി നമ്മളെ പാലക്കാട് ചുരം ഒന്ന് കാണിച്ചു തരാം. ചെറിയ കുഞ്ഞി ചുരല്ലേ. ഞങ്ങൾ അട്ടപ്പാടി വഴി പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അട്ടപ്പാടിയിൽ ഇപ്പോൾ ഈ മഴയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടേ ഒരു സുഖം കിട്ടില്ല. നമുക്ക് നോക്കട്ടെ, തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിൽ വരാൻ പറ്റുമോ നോക്കാം. അത് വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അട്ടപ്പാടി. അട്ടപ്പാടി പോയവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങള് പഴയ തറവാട് വീട്ടിൽ കൂടാത്ര അവിടെ. നമ്മൾ മണ്ണാർക്കാട് ടൗണിലെത്താനായിട്ടാവും. അപ്പൊ ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇവര് പറയാണ് നമുക്ക് പാലക്കാട് കൂടെ പോകണം, അട്ടപ്പാടി കൂടെ പോകണം. നമ്മള് എലി പോണ്ടേ ദീപ്തി അട്ടപ്പാടി എന്ന് പറയുന്നത് ഓക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നത്. അതായത് അട്ടപ്പാടിയിൽ ഞങ്ങൾ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ വീഡിയോ ആണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടുണ്ട്. അതായത് നമുക്ക് അവിടെ ഒരു ഏരിയ കാണാം. ആനക്കട്ടിന്ന് ഞങ്ങൾ ഷോളൂരായിരുന്നു താമസിച്ചിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല എന്നപ്പോ പറയുന്നത്. ഓള് പറയണത് അത് വിഷയമല്ല, മഴ വൈകുന്നേരം വരുമ്പോഴുണ്ടോ, വൈകുന്നേരം ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ നമുക്ക് അട്ടപ്പാടി വഴി തന്നെ ഓക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ അട്ടപ്പാടി വഴിയാണ് പോകുന്നത് കേട്ടോ. അട്ടപ്പാടി വഴി നല്ല വൈബായിട്ട് പോവാം നമുക്ക്. ഇപ്പൊ നമ്മള് മണ്ണാർക്കാടാണ് കേട്ടോ. മണ്ണാർക്കാട് ഹൈവേ ആണ് ഈ കാണുന്നത്. നല്ല നല്ല രസമല്ലേ. നമ്മൾ ആനക്കട്ടി സൈലന്റ് വാലി എന്നുള്ള ബോർഡ് ഉണ്ട്. ഞങ്ങള് ഇവിടുന്ന് ഇടത്തോട്ടാണ് നമ്മള് പോവാ. ഇടത്തോട്ട് നമ്മള് പോണ വഴിയാണിത്. അട്ടപ്പാടി വഴിയാണ്. അട്ടപ്പാടിന്റെ റൂട്ട് ഇതിപ്പോ മണ്ണാർക്കാട് നിന്ന് കുറച്ച് മുന്നോട്ട് പോന്നിട്ടുള്ള കാഴ്ചയായിട്ട് ഞങ്ങൾ കാണുന്നത്. നമുക്ക് അവിടേക്ക് തിരിഞ്ഞു പോവാം. അതായത് ശരിക്കും നേരെ പോവുകയാണെങ്കിൽ പാലക്കാടേക്ക്, അതായത് നമ്മുടെ എന്താ പറയാ സാധാ പാലക്കാട് അല്ലേ. ഇവിടെ ഒരു ഗാന്ധിജിക്ക് ഉണ്ട് കേട്ടോ അല്ലേ. സൈലന്റ് വാലിന്റെ ചിത്രം കണ്ടങ്ങള് നമ്മളെ സിംഹാലം കുരങ്ങ്. ഇതിപ്പോ റോഡ് നല്ല അടിപൊളി റോഡായിട്ടോ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ പക്ക പരാജയ റോഡ്. ആ കാണുന്ന മല കണ്ടങ്ങള്, മല കാണുന്നുണ്ടെങ്കില്, മല നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിൽ ചോലവെള്ളം വരുന്നൊക്കെ രീതിയൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ. എടാ വെള്ളം വരുന്ന നോക്കടാ കണ്ടോ. നല്ല കോട മൂടി നല്ല വൈബ് ടൈം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കേറണ്ടെന്നുള്ള പ്ലാൻ എന്തായിരുന്നു അറിയോ? രാവിലെ 4 മണിക്കല്ല 3 മണിക്ക് ഇറങ്ങണം എന്നാ വിചാരിച്ചത്. അപ്പൊ നമ്മള് അവിടെ നല്ല കോടണ്ടേ, അവിടെ കോട നല്ല കാണുന്നുണ്ടല്ലേ. റോഡ് നല്ല മോശം റോഡ് കേട്ടോ. പക്ക മോശമാണ്. ചാടി തന്നെ പോണം. ഇനി
ഇനി അട്ടപ്പാടി അങ്ങോട്ട് കയറുമ്പോഴുള്ള റോഡ് നിങ്ങൾ കാണണം. അത് ഭയങ്കര ഷോക്കാണ്, അത്രയും ഷോക്കാണ്, അത്രയും ഷോക്കാണ്. പിന്നെ കോയമ്പത്തൂര് നമ്മൾ ഇതുവരെ ഈ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. കുറേ കാലം ആനക്കട്ടി ഷോളയൂര് നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിലും കോയമ്പത്തൂര് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് കോയമ്പത്തൂര് ആദ്യമായിട്ട് പോകണം. അവിടുന്ന് അട്ടപ്പാടി നമ്മളെ മറ്റേ സിനിമയല്ലേ എന്തായാലും പറയാം, അയ്യപ്പനും കോശിയിൽ ആ ഒരു ഊട്ടിക്ക് പോകില്ലേ, ആ വഴിക്ക് നമ്മൾ ഒരു വട്ടം പോയിരുന്നു. ഇപ്പം അവിടെ നിരോധിത മേഖലയാണ്. അവിടേക്ക് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് കയറ്റില്ല. അത് കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. വേറൊന്നും കൊണ്ടല്ല, അത് മുള്ളി വഴി, അതായത് അട്ടപ്പാടി എന്താ സ്ഥലത്തിന്റെ പേര്, ആ നമ്മളെ അയ്യപ്പനും കോശിയിൽ അടിയൊക്കെ നടന്നില്ലേ, ആ സ്ഥലത്തിന്റെ പേര് ഇപ്പം എന്താ കറക്റ്റ് സ്ഥലപ്പേര് കിട്ടില്ലല്ലോ. എന്താ ആ സ്ഥലത്തിന്റെ പേര്, കോട്ട, അങ്ങനൊരു സ്ഥലമുണ്ട്. അതായത് അവിടുന്ന് ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം, എവിടുന്ന് അടി നടന്നത് കേട്ടോ. അയ്യപ്പനും കോശിയിൽ അടി നടന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് ലെഫ്റ്റ് പോയിട്ടാണ് മുള്ളി. ചിരിക്കല്ലടി, ഇതിപ്പോ കൊച്ചാണ് ഫോൺ പിടിച്ചിട്ടുള്ളത്. ഒരു കൈ കുഴങ്ങിയിട്ടുണ്ട്. റോഡ് മഹാമോശാട്ടോ. എനിക്ക് തോന്നുന്നു റോഡ് പണി നടക്കുകയാണ് ഇവിടെ, നല്ല വലുതാക്കി വരുന്നുണ്ട്, പക്ഷെ മോശമാണ്. അപ്പൊ നമുക്ക് മേലെ എത്തിയിട്ടേ സ്ഥലത്തെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കും കൂടി ഉണ്ട്. അവരെ വീട്ടിലേക്കും ഇലക്ട്രിക് എടുക്കുന്നുണ്ട്. 2 വീടായത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞേ, ഞാൻ ഇപ്പം അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാത്തതിൻ്റെ കാരണം നമുക്ക് അവിടെ ഇതുണ്ടല്ലേ നമ്മളെ അട്ടപ്പാടി ചുരം കണ്ടങ്ങള്, എന്താ വൈബിലേ. എന്താണ് അട്ടപ്പാടി ചുരം കേട്ടോ. ഈ മലേൻ്റെ മേലേക്കാണ് നമ്മൾ പോണത്. അയ്യോ, അപ്പം മല പോയില്ലേ. തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ മല വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും സംഭവം കഴിഞ്ഞു. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പേര് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റോഡിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് നമ്മളെ പഴയ വീടുകളും പുതിയ വീടുകളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധനം എടുക്കാൻ പോവാണ്, അതായത് നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. എന്താണ് അല്ലേ, ഇതാണ് ഇപ്പൊ നമ്മള് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കോയമ്പത്തൂരിക്ക് നമ്മളെ വീട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, അവിടെ ചെന്നാലേ നമുക്ക് എത്രത്തോളം ഉണ്ട്, എങ്ങനെയായിരിക്കും, നമുക്ക് മെച്ചമുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയാൽ തന്നെ അറിയുള്ളൂ. റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ, പക്ക റോഡാണ്. ഉണ്ടോ, റോഡിലാണ് ഇപ്പോൾ ഈ വെള്ളം വരുന്നത്. ഉണ്ടോ, ഇവിടെ നോക്ക്. ഇത് കണ്ടില്ലേ, നമ്മളെ ഇവിടെയാണ്, അതായത് തെങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു നല്ലൊരു വീട് കണ്ടു. ഒരു ചെറിയൊരു ഓല മേഞ്ഞ നല്ലൊരു വീട്, നല്ല രസമായിട്ട് ഒരു നല്ല വൃത്തിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് അല്ലേ, ഫുള്ള് ഓലയും കൊണ്ടാണ് കേട്ടോ. ഒരു പട്ടിക്കുട്ടി, നമ്മളെ പട്ടിക്കുട്ടി പോലെ തന്നെ ഇത്. ഹായ് 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 ഹായ്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ചെറിയൊരു വീട്. ഇതിൻ്റെ വേറെ രസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ പുറത്തോട്ട് താഴത്തോട്ട് നമുക്ക് ഒരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ, നല്ല ഭംഗിയിൽ തന്നെ. ഇതെന്താ ശരിക്കും ഡാമാണോ? ആ, ഒരു ഡാമുണ്ട് ഇവിടെ കേട്ടോ. ഇതിലാളുണ്ടോ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഉള്ളിലാളുണ്ടോ? ആ, മക്കളുണ്ടാവും അല്ലേ? അത് ഞാൻ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ, പുറത്തുനിന്ന് മാത്രം കാണിച്ചു തരാം. ഒരു വീടാണ്, ഒരു 4-5 പേര് താമസിക്കുന്ന വീടാണ്. നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കാണാനും വേണ്ടിയിട്ടാണ്. അതായത് പലരും കൊട്ടാരങ്ങളും സദനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ ഒരുപാട് വീടുകൾ നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം
എല്ലാവരും ഒന്ന് ഓർക്കുക. അതായത് വേറൊന്നുമല്ല, ഞാൻ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ എന്താടാ ഈ ഒരു വീടുണ്ടാക്കിയല്ലേ, വലിയ ഒരു വീടുണ്ടാക്കിയല്ലേ എന്നൊക്കെ ഒരു കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മൾ ഒരു ഇതല്ല പറയണത്, എല്ലാവർക്കും ഒരു വീട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഓല മേഞ്ഞതാണ്. ഓല മേഞ്ഞ അതിൻ്റെ മേലെ കൂടെ ടാർപ്പായ മേഞ്ഞതാണ്. പക്ഷേ ഇതിൽ കിടക്കുന്ന അതൊരു വേറെ വൈബ് തന്നെയാണ്. ഇത് അവരുടെ കുളിമുറിയാണ്. നല്ല വൈബാണ്. അതായത് റോഡ് സൈഡ് തന്നെയാണ് അത്, റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെറിയൊരു സന്തോഷമുള്ള വീട്. കയ്യിലെടുത്താ മതിയല്ലോ, അല്ലെങ്കിൽ സൂം ചെയ്യാലോ നമുക്ക്. സൂം ചെയ്യില്ല. അപ്പൊ നമ്മളെ ഏറ്റവും മേലെത്താനായിട്ടോ ഏകദേശം നമ്മള് ഈ സ്ഥലത്തിന് പേരുന്ന നമ്മളെ സൈലന്റ് വാലിക്ക് പോണ വഴി എത്താനായി. ഏകദേശം നല്ല മഞ്ഞാട്ടോ. മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മഞ്ഞ്. ഇപ്പൊ കൊച്ചൂരിന്റെ അടുത്താണ് ക്യാമറ കൊടുത്തത്. ഈ ചങ്ങായി ക്യാമറ ഒക്കെ ഓണാക്കി വന്നപ്പോഴേക്കും ഏകദേശം മഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോയി. നല്ലൊരു എന്താ പറയാ, വെള്ളച്ചാട്ടം. ഞാൻ കാണിച്ചേ, അടിപൊളി വെള്ളച്ചാട്ടം കാണിച്ചേ. പറ്റുട്ടോ, ഇടത്തെ സൈഡിൽ വെള്ളച്ചാട്ടം വരാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. വണ്ടികളൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടാ വരുന്നേട്ടോ. സമയം 8 മണിയായിക്കണേ, 7:45. ഇതിത്തെ സമയങ്ങൾ നോക്കണ്ടോ. 7:28 കംപ്ലൈന്റ് ആണ്. കണ്ടങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടാവും. അതൊന്ന് സൂം ചെയ്ത് കണ്ടുപോകാം. ഇതേപോലത്തെ 1-2 വെള്ളച്ചാട്ടം ഒന്നും കേട്ടോ. ഒരുപാട് ഞാൻ പറഞ്ഞേ റോഡ് സൈഡിൽ നിന്ന് ഒരു സാധനം കാണാണ്ട് അത് അതിൽ എത്തിയിട്ടില്ല. നമ്മള് അങ്ങോട്ട് തന്നെ കാണിച്ചാ ആ ഭാഗത്തേക്ക് കാണിച്ചാൽ എന്റെ ഭാഗത്തേക്ക് കണ്ടു. കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ വൈബ് കേട്ടോ. അതായത് ഈ ഒരു സാധനത്തിനാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. കണ്ടങ്ങള് എന്താ വണ്ടി എടുത്താ ഇതാണ് കേട്ടോ. അട്ടപ്പാടിയിലാണ്ടത്. ഇത് ഞാൻ പറഞ്ഞില്ല കണ്ടില്ല എന്ന് പറയരുത്. അതായത് റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ട വേണമെങ്കിൽ അവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരുന്നാ പോരെ നിങ്ങൾക്ക്? നിങ്ങൾ ഇറങ്ങുന്ന എനിക്കറിയാലോ. കണ്ടങ്ങള് മോനെ പൊളി വൈബ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി. ഇതെവിടെ സ്ഥലം എന്നറിയാം? അട്ടപ്പാടിയാണ്. അട്ടപ്പാടിക്ക് പോണ വഴിയാണിത്. മലേന്റെ അടിയിൽ നിന്ന്, അതായത് മലേന്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കി, എന്താ രസം. വൈബന്നെ കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അത്ര ഒന്നും ഇല്ല കേട്ടോ. എന്നാലും പക്ഷെ നല്ല വൈബാ. എന്നെ വീഡിയോ എടുത്തരാ. കണ്ടങ്ങള് രസല്ലേ? ഇവിടെ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത്. ആൾക്കാർക്കൊന്നും വലിയ വൈബില്ല കേട്ടോ. പക്ഷെ നമുക്ക് നല്ല വൈബായി. അപ്പൊ ആതിരപ്പള്ളി പിന്നെ പറഞ്ഞു വരുന്ന ആതിരപ്പള്ളിന്നാ. അട്ടപ്പാടിക്ക് പോണ വഴിയിൽ നമ്മളെ എന്താ പറയാ, നമ്മുടെ സൈലന്റ് വാലിക്ക് തിരിയുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടുള്ള സ്ഥലമാണിത്. മലേൻ്റെ ഏറ്റവും മേലെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏറ്റവും മേലെത്തിയിട്ടോ. മേലെ ചെറിയൊരു ചായക്കട. നമ്മളെ മുളയല്ല, കവുങ്ങും കൊണ്ട് ഇതാക്കിയിട്ട് അതിന് പച്ച കളർ അടിച്ചിരിക്കുക. ആര്? ഞാനോ? കഴിക്കും. എന്താ വേണ്ടത് കഴിക്കും. എന്നിട്ടാണല്ലേ മുക്കാലി എത്തിയിട്ട് നമ്മള് മുക്കാലിന്ന് ചാടിക്കാൻ കയറിയതാ. മുക്കാലിക്കല്ലേ?
നല്ല രസമായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. പൊറോട്ട, ബീഫ്, ദോശ, നൂൽപുട്ട്, വെള്ളപ്പം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതുണ്ട്, ഇവരൊന്നും കാണാനില്ല. നല്ല വൈബായില്ലേ, ഇരുട്ട് വൈബ് അല്ലേ കിച്ചോ? ഇങ്ങോട്ട് അടിക്കട കിച്ചു, കൈ അടിക്കുക, എന്നെ കാണുന്നുണ്ടോക്കട്ടെ. ആ അടിപൊളി വൈബ് ആൾക്കാർ കണ്ടങ്ങള്. കാറ്റാടി കാണുന്നുണ്ട, നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല വൈബാട്ടോ. ഇത് അടുത്ത മലയിലാട്ടോ. ഇത് ഷോളയൂരാണ്, അതായത് ആ കാണുന്നത് ഷോളയൂരാണ്. ഷോളയൂര് മലയാണ്. അവിടേക്ക് നമ്മൾ ഇപ്പോൾ പോണില്ല, കാരണം അത് ആനക്കട്ടിയിൽ നിന്ന് 12 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അല്ലേ കണ്ടാ മനസ്സിലാണ് ഇവിടുന്ന് കാറ്റുന്നത്. കാറ്റാടി ഉണ്ട്, കാറ്റാടി. കോട്ടത്തറയാണിത്. കോട്ടത്തറ ഹോസ്പിറ്റലാണ് ഈ കണ്ടത്. കോട്ടത്തറ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? ഈ സ്ഥലത്ത് ആനക്കട്ടീൻ്റെ ഇതുണ്ടോ, ആനക്കട്ടി, മുള്ളി, പുതൂര്, അതായത് മുള്ളി കൂടിയാണ് നമ്മൾ ആ അയ്യപ്പനും കോശിയിൽ ഊട്ടിക്ക് പോണത്. അവർ ഈ സ്ഥലങ്ങൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ പൃഥ്വിരാജും ബിജുമേനും തമ്മിലുള്ള അയ്യപ്പനും കോശിത്തെ അടി, പൃഥ്വിരാജ് താമസിക്കുന്ന കോട്ടയത്ത് നിന്ന് ഇറങ്ങി വരുന്നൊരു സീനുണ്ടല്ലോ. കോട്ടയത്ത് അല്ല, ആനക്കട്ടി ടൗണിൽ നിന്ന് അടിക്കാന്ന് പറഞ്ഞിട്ടൊരു സീനില്ലേ അതിൽ. അതിൽ ആനക്കട്ടി ടൗൺ നിങ്ങൾ കണ്ടോ, ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഇറങ്ങിയത് അല്ലേ? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടി നടക്കുന്ന ഏരിയ ഇങ്ങനെ പോയിട്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എല്ലാം അടി നടക്കുന്നത്, പക്ഷെ അതിലേക്കാണ് നടന്ന് ആദ്യം പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ലൊക്കേഷനിലാണ് അടി നടക്കുന്നത്. പക്ഷെ ഇതിൽ പറയുന്നത് ആനക്കട്ടിയിൽ വെച്ച് അടി കൂടാന്നാണ് പറയണത്. പക്ഷെ ആനക്കട്ടിയിലല്ല അടി കൂടുന്നത്, കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് പിന്നെയും ആനക്കട്ടിക്ക് ഒരു 5-6 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. നമ്മളിപ്പോ ഏകദേശം ആനക്കട്ടി ഭാഗത്തെത്താനായിട്ടോ. കണ്ടങ്ങൾ സ്ഥലങ്ങൾ കണ്ടങ്ങൾ ഭയങ്കര വൈബ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വൈബൊന്നുമല്ല, പൊള്ളി വൈബ് കേട്ടോ. അതായത് പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അത്രയും ഭംഗിയിലാണ് കേട്ടാ. സൂപ്പറല്ലേ ഇടുക്കി. ഒരു കാറ്റ് കണ്ടങ്ങള്, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റടിക്കുന്നത് ഞാൻ നേരത്തെ തെങ്ങുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. തെങ്ങല്ല, എല്ലാം കാണാൻ. ആ വൈബ് സ്ഥലം നോക്കി നിങ്ങള്, കാണാൻ തന്നെ എന്തായാലും. അങ്ങനെ നമ്മൾ ആനക്കട്ടി എന്നുള്ള ആനക്കട്ടി എന്നുള്ള ബസ്സാട്ടെ വരുന്നത്. ഇത് മണ്ണാർക്കാടിക്കാണ് ബസ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് തമിഴ്നാടിക്ക് കയറുന്ന നമുക്ക് വേറെ മനസ്സിലാവും. അതിൻ്റെ ക്ലൈമറ്റ് തന്നെ മാറിപ്പോകും. കാരണം ഈ സ്ഥലം തന്നെ കണ്ടില്ല ഞങ്ങള്, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് സ്ഥലത്തിന്റെ രൂപം തന്നെ മാറി വരിക. അത് ഈ തമിഴ്നാടാകുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ആ പ്രകൃതിന്റെ സ്വഭാവം മാറുന്നത് നമുക്കറിയില്ല. പ്രകൃതി ആകെ മാറി. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. തമിഴ്നാട് എത്തിയപ്പോഴേക്കും കൊച്ചുവിന് തമിഴായി, ഫുള്ള് തമിഴായി. ഇപ്പോ തമിഴ് വൈബ്. എന്നാടാ നീ പേசுற? അങ്ങനെ നമ്മള് ആനക്കട്ടി എത്തിയിട്ടില്ല. ഇത് നിങ്ങള് ഒരു എന്താ സംഭവം, ഒന്ന് റീഫ്രഷ് ആവാനുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ടേ നമ്മളെ വീട്ടിൽ മതിൽ കെട്ടിയ പോലെ തന്നെ ഒരു വൈബായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ. അതിനെന്താ മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ളത്? വെറുതെ പെയിന്റ് അടിച്ചിരിക്കുക. കുറ്റിച്ചെടി അല്ലേ, കുറ്റിച്ചെടിക്ക് മഞ്ഞ കളർ കൊടുത്തിരിക്കുക. ഫ്രണ്ടിക്ക് കുറച്ച് നീട്ടി. ആനക്കട്ടി കേട്ടോ, ആനക്കട്ടി ടൗൺ. ഇത് കേരളമാണ്. ആനക്കട്ടിത്തെ കേരളത്തിലത്തെ ടൗണാണ് ഈ കാണുന്നത്. അതില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാടിക്ക് കയറുന്ന ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. അതിലിഞ്ഞ് കണ്ടില്ലേ നമ്മളെ കേരളത്തിൻ്റെ
ഷോളയിലത്തെ സ്റ്റേഷനത്തെ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ഷോളയിൽ സ്റ്റേഷനിലുള്ള പോലീസുകാരാണ് ഇവിടെ ഡ്യൂട്ടി ഉണ്ടാവുക. നേരെ ഈ ഒരു പാലാണ് കേട്ടോ, ഈ ഒരു പാലാണ് തമിഴ്നാടിനെ നേരെ വേർതി. അപ്പൊ നമ്മള് തമിഴ്നാട് എത്തിട്ടോ. തമിഴ്നാടിക്ക് കയറി ഇങ്ങനെ ആ പാലാണ്. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടായി. പഴനി മധുരൈ 211 കിലോമീറ്റർ. നമുക്ക് ഇനി കോയമ്പത്തൂർക്ക് വേഗം വെച്ച് പിടിക്കാം. സമയം ഏകദേശം 10 മണിയാവാനായിട്ടോ. കൂഴയല്ല, കൂഴ അല്ല അല്ല ഏത് കൂളയല്ല. ஃபஸ்ட்டு போனி பண்ணிட்டு வாங்கிட்டு போகணும். ஃபஸ்ட்டு சாப்பிட்டு போனி பண்ணிட்டு போகணும். எடுங்க விட்டுங்க. അടിപൊളി അടിപൊളി. ഇത് എവ്വളോ? ഇങ്ങനെ എടുത്തു കൊടുത്താൽ 100. ഇത് ചക്കയ്ക്ക് 100 രൂപ. മണിക്ക് മുമ്പിൽ കൊണ്ടുവന്നതാ. ഇതല്ലേ വേണ്ടായിരുന്നു? ഓഫ് ആയിക്കണം. ആ വണ്ടി ഓഫ് ആയിക്കണം. ഈശു ചക്ക ഇത് കുറേ മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? നല്ല ചക്ക കണ്ടപ്പോഴേ നമ്മൾ അതായത് അങ്ങോട്ട് പോകായിരുന്നല്ലോ. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ചക്ക കണ്ടത്. ചക്ക കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു എത്രയാണ്. ഇപ്പോൾ അല്ലേ നല്ലൊരു ഹൈവേയിലാണ് സംഭവം ഉള്ളത്. കണ്ടപ്പോൾ നമുക്ക് അവർ ചക്ക എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തേൻവരിക്ക കിട്ടിയില്ല. തേൻവരിക്ക ഇവിടെ കുറവാണ്. അതായത് അത് ചില സ്ഥലങ്ങളിൽ കൂടെ ഉള്ളു തേൻവരിക്ക. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് സാധനം അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനിപ്പോൾ ഇതിങ്ങനെ പൊളിച്ച് തരുന്നതിന് മൊത്തത്തിൽ പൊളിച്ച് തരുന്നതിന് 100 രൂപയാണ് റേറ്റ് മൊത്തത്തിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര കാറ്റാട്ടോ. ഒരു രക്ഷയില്ല. ഫുൾ വൈപ്പ്. ചക്കൊന്നും വേണ്ടായിരുന്ന ആൾക്കാരാ. ഫുൾ തീറ്റാണ്. ചുയിങ്കോ നന്നായി അത്. എടാ ചക്ക പൊരിയ വെറും നല്ല വെയിലാട്ടോ. പൊട്ടപ്പൊരി വെയിലും. ഇതിപ്പോ നമ്മള് ആനക്കട്ടി എന്നുള്ള റൂട്ടാട്ടോ ഇത് കാണുന്നത്. എന്താ വൈബിലേ. ഞാൻ ഈ തള്ളണ വൈബ് തന്നെ ഉള്ളൂ അതോ ശരിക്കും വൈബ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു പരിഗണിക്കുക. ഇതിപ്പോ നമ്മളെ കോയമ്പത്തൂർക്ക് ഇനി നമ്മള് സാധനം എടുക്കുന്നിടത്തേക്ക് ഏകദേശം 31 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കേട്ടോ. എന്താ മാങ്കറൈ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടി. ജനങ്ങള് ഒരു എന്താ പറയാ പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞാല് തീരെ പറഞ്ഞു. അതന്നെ പറഞ്ഞല്ലേ. ഏകദേശം ഈ ടൗണിന്റെ പേരെന്താണ്? ഇംഗ്ലീഷ് തന്നെ ഉള്ളു അല്ലേ? സുരഭി കണ്ടെങ്കിൽ മലയാളം കണ്ടല്ലോ. തൈര് സാനിറ്ററി വേറെ
സുരഭി മലയാളത്തിൽ എഴുതിയത് മലയാളക്കാരെ കടയല്ല, മലയാളികളെ കടയല്ല. തുണിക്കട കാണണം. തുണിക്കട വേണ്ടത് ബെൽറ്റ് ഉണ്ട്. രണ്ടോ കേട്ടോ. നമ്മളിതിന്റെ താഴത്തെത്തിയില്ല. നമ്മളിതിന്റെ അതിൽ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ കേട്ടോ. പാർക്കിംഗ് ഏരിയ പലരും കേട്ടോ. 150 രൂപയാണ് പല ആളുകൾക്ക് പല റേറ്റാണ് അവർ വാങ്ങുന്നത്. അതൊന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കടകളുണ്ട്. കടകളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കടകളുണ്ട്. അത് എല്ലാ ഐറ്റംസും ലോകത്തിൻ്റെ നടന്ന് നോക്കി പോകുന്ന ഐറ്റംസ് നമ്മൾ കാണിച്ചു ആദ്യം കുറച്ച് മലയാറ്റി നമുക്ക് ലൊക്കേഷൻ അറിയാത്തുണ്ടാകും. ഇതല്ലേ ഏറ്റവും മുന്നിൽ തന്നെ കാണുന്നുണ്ടാവും. ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. GM-ൻ്റെയൊക്കെ അങ്ങനെ ഓരോ കമ്പനിയുടെ ടീംസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുണ്ടോ നമ്മൾ പോണത് ശാസ്ത എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽസിക്കാണ്. ശാസ്ത എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽസിക്കാണ് നമ്മൾ പോകണം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഫോണ് നോക്കുമ്പോൾ ഞങ്ങൾ വെറുതെ മൂന്നാമത്തെ അല്ലേ വഴി തെറ്റിയിട്ടാണ് ഈ പോകുന്നത്. തൊട്ടിപ്പുറത്തുള്ള ഇതിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ ഇതിൽ പോകേണ്ടത്. ആര് കണ്ടാലും നമ്മളെ ഫാമിലിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓരോ ഇലക്ട്രിക്കൽസ് എടുത്ത് പോകും. അതായത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉണ്ടായില്ല. ഇതിപ്പോൾ നമ്മളിതിൻ്റെ മുകളിലാണ് ഇലക്ട്രിക്കൽസ്. ഒന്നാമത് പറ്റിക്കാൻ അവർക്ക് നല്ല സുഖമുള്ളൊരു ഏരിയ. മേലെത്തിയപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു ഇവിടുന്ന് മേലെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 3ാമത്തെ ഫ്ലോറിൽ നമ്മൾ ഓൾറെഡി നമുക്ക് പരിചയം ആയത് നമ്മളോട് രണ്ട് പേര് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് വഴിച്ചിൻ്റെ ഒരു ആദ്യത്തെ ഇതിൽ തിരിയുണ്ടോടിക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ തിരിയ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റോ ശ്രീ ശാസ്ത ഇലക്ട്രിക്കൽസ്. ശ്രീ ശാസ്ത ഇലക്ട്രിക്കൽസ് ഇതാണ് നമ്മുടെ നമ്മൾ കയറിയ സ്ഥാപനം കേട്ടോ. ഇതിങ്ങനെ പോയി ശ്രീ ശാസ്ത ഇലക്ട്രിക്കൽസിന് അടിച്ചു കൊടുത്താൽ കിട്ടും ലൊക്കേഷനിൽ. എന്നിട്ട് ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറാം. സ്റ്റെപ്പ് മുകളിലേക്ക് കയറി 1ാം നിലയിൽ അതായത് മുകളിലെത്തി ഫുള്ള് ഇതാട്ടോ അല്ലേ. ഇതാണ് ശ്രീ ശാസ്ത ഇലക്ട്രിക്കൽസ്. ഇതാണ് നമ്മുടെ ഒരു മിനിറ്റ് കയറി വരുമ്പോൾ ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി മോഡലുണ്ട്. നമ്മൾ നമുക്കുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ളതൊക്കെ ഉണ്ട്. എല്ലാം 10 വർഷം വാറണ്ടി ആയിട്ട് വാറണ്ടി വരും. നമ്മൾ ഗ്രാൻഡ് ഞെക്കി കളിക്കില്ല. പിന്നെ വേറെ ഏതൊക്കെ 7 രൂപയൊക്കെയാണ് ഒരു ഗോൾഡ് മെഡൽ 7 രൂപയൊക്കെയാണ് വരുന്നത്. GM ഗോൾഡ് മെഡലാണ് തോന്നുന്നത്. ഇതിലൊക്കെ 7 രൂപയാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ. റേറ്റ് കൂടും. പിന്നെ ഇവർ സാധനം എത്രത്തോളം ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി എടുത്ത് തരും. അപ്പോൾ ഗ്യാരണ്ടി ആയിട്ട് അതായത് വാറണ്ടി ആയിട്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് മാറ്റി കിട്ടും. ഇതൊക്കെ ഏതാ കമ്പനിയാണ്? ഞാനെടുത്ത ഗോൾഡ് മെഡലല്ല. ഇത് നമുക്കുള്ളതാണോ പറയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മറ്റേ പവർ പ്ലഗ് അല്ലേ? പറയുന്നുണ്ടായിരിക്കും. ഇത് പവർ പ്ലഗ് അല്ലേ? വലിയ റേഞ്ച് ഇല്ലാത്ത രീതിയിലുള്ള ഇതാണ് വാങ്ങിച്ചത്. അത് നിങ്ങൾക്ക് 7 രൂപ 6 രൂപ ഇങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട്. ഭംഗി കൂടുന്തോറും ഒരുപാട് ബ്രാൻഡഡ് ഒരുപാട് ഭംഗി പഴയ രീതിയിലുള്ള നമ്മൾ കുറേ നോക്കി പക്ഷെ കിട്ടിയില്ല. പിന്നെ നിങ്ങൾ സ്വിച്ച് ബോർഡൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക്
നിങ്ങൾക്കായിട്ടൊരു ഐഡിയ വേണം എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമുക്കവിടെ ഇലക്ട്രീഷ്യൻ, നമ്മളെ ഇലക്ട്രീഷ്യൻ അല്ല, നമ്മളെ ഇലക്ട്രീഷ്യൻ കൊണ്ടല്ല, നമ്മളവിടെ പരിചയമുള്ളൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. ആളെല്ലാം നോക്കിയിരുന്നു. അതിൽ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നത് ഇതാണ്, എന്തൊക്കെ വേണം എന്നുള്ളൊരു ഐഡിയ ഇലക്ട്രീഷ്യൻ്റെ അതേപോലെ തന്നെ വയ്ക്കുന്നവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മളെ വീട്ടിൽ 2 വേ സ്വിച്ച് ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 വേ സ്വിച്ച് വേണ്ട, നമ്മുടെ വീട്ടിൽ എല്ലാം ഒറ്റ സ്വിച്ചുള്ളൂ. 2 വേ സ്വിച്ച് പറയുമ്പോൾ അതിനൊക്കെ 2 വയറുകളും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ LCB അല്ലേ, അങ്ങനെ എന്തോ ഒരു LCB അല്ലേ, നമ്മൾ ഷോർട്ടാവുന്ന, ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഷോർട്ടായി പോകുന്ന ഇത്, അതിൻ്റെ എന്താണ് ഡീറ്റെയിൽ എന്നുള്ളത് നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് മതി, അനാവശ്യത്തിന് വേണ്ട. അതെന്തായാലും ചിന്തിക്കുക. കാരണം ഒരുപാട് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പണ്ടത്തെ വീട് അപേക്ഷിച്ച് അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ MCBയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ സാധനങ്ങളും ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷേ അതൊക്കെ ആവശ്യത്തിന് മതി, അനാവശ്യത്തിന് വേണ്ട. പിന്നീട് ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻസി ലൈറ്റ് നമ്മൾ ഓൾറെഡി പഴയത് വേറെ എടുത്തുകൊണ്ട് നമുക്കത് വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ എക്സോസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. എക്സോസ്റ്റ് അതും വാറൻ്റിയുള്ള ടൈപ്പാണ്. അതിന് നമുക്ക് 750 രൂപയാണ്. ഒരു എക്സോസ്റ്റിന് നമുക്ക് വന്നിട്ടുള്ള ചിലവ് 750 രൂപയാണ്. ഇതാണ് അവരുടെ ഫാൻസി ലൈറ്റൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഫാൻസി ലൈറ്റുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതേപോലെ നമ്മുടെ BLDC ഫാനിൻ്റെ ഇത് നമ്മൾ അപ്പോഴേക്കും പ്ലംബിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോയി. പ്ലംബിങ്ങിൻ്റെ ഏരിയയിലേക്ക് എല്ലാം ഒരുപാട് വിലക്കുറവിൽ തന്നെയാണ് നമുക്ക്. നമ്മുടെ സ്റ്റീലിൻ്റെ ടൈപ്പാണ്. 350 250 രൂപയൊക്കെയാണ് വന്നിട്ട്. ഷവറിൻ്റെ ഇതാണ്. ഇതിൻ്റെ വലുതാകുമ്പോൾ ഇതിൻ്റെ വേറെ മോഡൽ ഉണ്ടോ? കൂടും. ഈ ഒരു നമുക്ക് റേറ്റ് ഇത് വേറെ തൊട്ട് താഴെ തന്നെയുള്ള ഷോപ്പാട്ടോ. അവിടെ തന്നെ തൊട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മളിതിൽ പറയാം. പൈപ്പ് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് കുളിക്കും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തുകൊണ്ടാണ് വാങ്ങാറുള്ള കാര്യങ്ങളൊക്കെ ഞാനായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പറയാം. പിന്നെ പൈപ്പുകളൊക്കെ നമ്മൾ സാധാ പൈപ്പുകളാണ് കൊടുക്കുന്നത്. അത് പലരും ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് മതി എന്നുള്ള ഉദ്ദേശമുണ്ട്. കാരണം ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസ് ഇപ്പോൾ ഇതിൻ്റെ കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്, നല്ല നല്ല വെറൈറ്റി കമ്പനികളുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് കമ്പനിയൊന്നല്ല വാങ്ങിയിട്ടുള്ളത്, നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളേ ഉള്ളത്. ഇതതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്ന വീഡിയോ ആണ്. ഇത് പുറത്തിറങ്ങി താഴത്താണ് ഇതുള്ളത്. അവരുടെ കടേൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എടുത്തതൊക്കെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസാണ്. എല്ലാ പ്ലംബിങ് ഐറ്റംസും കൂടി ഞാൻ വാങ്ങിയിട്ടുള്ളത് 3500 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ പറയും എന്താ ഇങ്ങനെ വില കുറച്ച് വാങ്ങുന്നത്, മോശമല്ലേ? അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ വീടാണ്, നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവ് അല്ലേ എന്നാരും വിചാരിക്കണ്ട. സാധാരണക്കാർ ഉണ്ടാക്കുന്ന വീടാണ്. നിങ്ങളെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതേപോലെ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിലുപരി നിങ്ങൾ ബാത്റൂമിലൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ ഫ്രഷ് ടാങ്കിൻ്റെ അടിയിൽ കൊടുക്കുന്ന പൈപ്പൊക്കെ അതൊക്കെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. സ്റ്റീലിൻ്റെ കൊടുക്കും ഒരു പൈപ്പിന് 250-300 രൂപേൻ്റെ ഒക്കെ ചിലവുണ്ട്. ഈ സാധനം സെയിം സാധനം തന്നെ ആകെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ആകെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് 2 വട്ടമൊക്കെ തിരിക്കുന്നുണ്ടാവും. അത് തിരിക്കാത്ത ഒരുപാട് പേരെ. അതിനൊക്കെ നമ്മൾ ഇത്രയും പൈസ മുടക്കുന്ന കാര്യം ഒരു 60 രൂപ 50 രൂപേൻ്റെ ഒക്കെ സാധനം വെച്ചാൽ മതി. പിന്നെ അവിടേക്കൊന്നും ഒരാളും പാളി നോക്കില്ല, കാരണം എവിടെയാണത് എന്തൊന്നും നോക്കില്ല.
പിന്നെ ഒരാൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ അയ്യോ ഒരു വീട്ടിൽ വന്ന് നോക്കല്ലേ കാണല്ലേ പറയുന്നത് മൂഞ്ചി കാട്ടിയിരുന്നു ഓടി വന്നിട്ട് നോക്കുന്നത് തുറന്ന് നോക്കുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ചെക്ക് ചെയ്യും. എല്ലാവരും ആ ഒരു ചിന്താഗതിയിലാണ് പലരും ബാത്റൂമിലേക്ക് വയ്ക്കുന്നത്. ഈ ഇതൊക്കെ വാഷ് ബേസിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഏതാ നല്ല സാധനം എടുത്താൽ 3500 300 3800 ഇത് 3800 അല്ലേ? ഇതോ 3500. എത്ര വർഷം വാറണ്ടി? ഇത് 7 വർഷം ഉണ്ടോ? 7 വർഷം വാറണ്ടി. നോർമൽ എത്ര? 3500. ആ 3000 അല്ലേ? ഏതാ? നല്ല സാധനം എടുത്താൽ 3500 3800 ഇത് 3800 അല്ലേ? ഇതോ 3500. എത്ര വർഷം വാറണ്ടി? ഇത് 7 വർഷം ഉണ്ടോ? 7 വർഷം വാറണ്ടി. നോർമൽ എത്ര? 3500. ആ 3000 അല്ലേ? 1800. ഇതിനോ? 2100. 36 ഇഞ്ച്. ഇങ്ങനത്തെ സിങ്കൊക്കെ എത്ര റേറ്റ് വരും? നമ്മൾ ആ ചെറുത് മറ്റേതോ ഹാൻഡ് മെയ്ഡ് 1500 രൂപ. 1500 റുപ്യ? 1500 ഉള്ളൂ അല്ലേ? 2800. ബോട്ടിൽ ക്ലീന്, ചോപ്പിംഗ് ബോർഡ്, ഇത് ആർട്ടി ചെയ്ത് ഇതുമാതിരി ഉണ്ടാവും. ഇതിലെ സ്വിച്ച് ഉണ്ടാവും. ഇതിലെ വെള്ളമാണോ ഇതിലേക്ക് വെള്ളമാണോ അതിലേക്കാണ് ചൂടുകളൊക്കെ വെച്ചിട്ട്. ഇത് ഡിസ്പെൻസർ വാഷ് പണ്ടർ ഡിസ്പെൻസർ ഇതിൽ പൊട്ടിക്കില്ല. ഇതിനെത്ര റേറ്റ്? 6500 മൊത്തം സെറ്റ് 6500. ഇതെല്ലാം ഇതിലുണ്ടാവും അല്ലേ? എല്ലാം ഉണ്ടാവും. ഇതുണ്ടാവും. ഇത് വുഡല്ലേ? ചോപ്പർ ബോർഡ് മരം തന്നെയല്ലേ? ഇതൊക്കെയോ? ഇതൊക്കെ നിങ്ങൾക്ക് പ്രഷർ പമ്പ് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് 12 ഇഞ്ച് 800 രൂപ. 800. പക്ഷെ പ്രഷർ പമ്പ് ഉണ്ട്. പ്രഷർ പമ്പ് വെള്ളം മഴ പോലെ കിട്ടൂലേ? അപ്പോൾ ഓക്കെ. വലിയ തിരക്കുള്ളൊരു ഗ്രാമം കേട്ടോ ഈ സ്ഥലം. അതായത് കോയമ്പത്തൂർ നമ്മളെന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ആൾക്കാർ എന്തിനാണെന്നറിയാത്ത ഭയങ്കര ഓട്ടത്തിലാണ്. ഓടി അല്ലേ? ഏകദേശം രാത്രിയായിട്ടോ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിപാടിയിലാണ്. അതായത് ഇതിൻ്റെ മേലേന്ന് ഏറ്റവും മേലേന്ന് നമ്മളെ ശാസ്ത്രേൻ്റെ ഏറ്റവും മേലേന്ന് എടുത്ത വീഡിയോ ആണ് ഇത്. ഭയങ്കര അനുഭവം തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു. അതിൽ ഞാൻ പല കാര്യങ്ങളും നമ്മളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തോ ഒരു ഓഡിറ്റോറിയോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഈ നമ്മുടെ എടുത്ത ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എവിടെ നിന്നാണ് എടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്കിലിടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക. പിന്നെ ഒരുപാട് തിരക്ക് പിടിച്ചൊരു ടൗൺ കേട്ടോ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തിനാണ് ഓടുന്നതെന്ന് ആർക്കും അറിയില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അജാന ബ്ലോക്ക് ഇതല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള കാഴ്ച കേട്ടോ. ഇതേമാതിരത്തെ ഓരോ സ്ട്രീറ്റാണ് ഫുള്ള്. ഇതേമാതിരി കോഴിക്കോട് മിഠായി തെരുവൊക്കെ അല്ലേ, അതിൻ്റെ ഉള്ളിലത്തെ പോലെ തന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി ഓരോ കടകളാണ് അല്ലേ. വയറിങ്ങിൻ്റെ കട, പ്ലംബിങ്ങിൻ്റെ കട,
എല്ലാ കടകളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് മൊത്തത്തിൽ. കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മളവിടെ നിന്ന് പോകും. അത്രയും കാഴ്ചകളാണ്. ഒരുപാട് സാധനങ്ങളെ കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മളെ ടൗണത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ടൗണ് കാണും. ലൈറ്റുകളൊക്കെ കത്തി ഫുള്ള് കളർഫുള്ളായി കിടക്കണം. തൂണൊക്കെ കണ്ടില്ലേ? തൂണൊക്കെ ഓരോരോ ഡിസൈനൊക്കെ കൊടുത്ത് ഓരോ കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ തിരക്ക് ഭയങ്കര തിരക്കാണ്. ഞാൻ നേരെ നമ്മുടെ പാർക്കിംഗ് ഏരിയയ്ക്ക് പോയി. പാർക്കിംഗ് ഏരിയൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാർക്കിംഗ് ഏരിയയിൽ 150 രൂപയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ. ഞാനിവിടെ എത്തി. ഞങ്ങൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ.